ആധ്യാത്മിക സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമായി അറിയപ്പെടുന്ന ഭാരതത്തിൽ അനാദികാലം മുതൽ തന്നെ ക്ഷേത്ര സങ്കേതങ്ങൾ നിലനിന്നിരുന്നുവെന്ന് ഇതിഹാസ പുരാണങ്ങൾ വ്യക്തമാക്കുന്നു. വിശ്വാസ സമൂഹത്തിന്റെ ജീവശക്തി ഉൾക്കൊള്ളുന്ന ആത്മീയ ബോധം വേദാന്ത വിചാരങ്ങളിലല്ല, മറിച്ച് കൺമുന്നിൽ കാണുന്ന ഈശ്വര സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളെ ചുറ്റിയാണ് നിലനിൽക്കുന്നത്. ചിരപുരാതന കേരളീയ സംസ്കൃതിയുടെ അടയാളങ്ങളായ നമ്മുടെ ക്ഷേത്രങ്ങൾ സാമൂഹ്യ ജീവിതത്തിന്റെ സൗന്ദര്യബോധപരമായ താവരശിലകളിൽ പടുത്തുയർത്തപ്പെട്ടതാണ്. അനുഷ്ഠാനപരമായ ആചാരങ്ങളിൽ കലയുടെ കമനീയത ചേർത്തെടുത്ത ആഘോഷവേളകൾ കേരളീയ ക്ഷേത്ര സങ്കേതങ്ങളിലെ ആകർഷകമായ പ്രത്യേകതയാണ്. ഉത്സവത്തെ ഉന്നതമായ ഒരു യജ്ഞസങ്കല്പത്തിലാണ് വൈദിക തത്വം ഉൾക്കൊള്ളുന്നത്. ക്ഷേത്ര ചൈതന്യവർദ്ധനവിന് അത് കാരണമാകും. എല്ലാ ദേവതമാർക്കും വർഷം തോറും ദിവസ വ്യവസ്ഥയോടെ സമ്പൽ സമൃദ്ധിയെ ഉദ്ദേശിച്ച് ഉത്സവം നടത്തണമെന്ന് തന്ത്രസമുച്ചയം നിർദ്ദേശിക്കുന്നു. വൈദികവും താന്ത്രികവുമായ മാനങ്ങളുള്ള ക്ഷേത്രവിശേഷമായ തൃത്താമരശ്ശേരി തിരുവുത്സവം തട്ടകദേശക്കാരുടെ ആത്മാവിഷ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ശിവരാത്രി മഹാത്മ്യത്തിന്റെ ആത്മീയ പരിസരത്ത് സമാഗതമാകുന്ന ആഹ്ലാദകരമായൊരു ഉത്സവത്തിന്റെ ഒരുമയുടെയും പെരുമയുടെയും പൊരുളാണ് തൃത്താമരശ്ശേരി തേവരുടെ തിരുവുത്സവം. പൂരങ്ങളുടെ പൂരത്തിന് സാക്ഷിയായ തൃശ്ശിവപേരൂർ ശ്രീ വടക്കുന്നാഥൻ സ്വയംഭൂവായി അവതരിച്ച് കുടികൊള്ളുന്ന തൃശൂർ ജില്ലയിലെ പെരുവനം ഗ്രാമത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് അവിണിശ്ശേരി ദേശത്തുള്ള തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. അഘോരമൂർത്തിയായ ഭഗവാൻ ആനന്ദചിത്തനായി തിരുമുന്നിൽ ശ്രീഗംഗയും പിന്നിൽ ശ്രീ പാർവതിയുമായി വാഴുന്ന ഇവിടെ ശിവരാത്രി നാൾ തിരുവുത്സവമാണ്. അതിബൃഹത്തായ ഭക്തജന സമാഗമത്താൽ ശ്രദ്ധേയമാണ് തൃത്താമരശ്ശേരി ഭഗവാന്റെ തിരുവരങ്ങിലെ ഈ ഉത്സവ വിശേഷം. മാഘത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിൽ മുറതെറ്റാതെ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുവാൻ 7 നാൾ മുന്നേ ആചാര്യ പൂജാവിധികളോടെ ധ്വജാതി ഉത്സവത്തിന് ഇവിടെ തുടക്കമാകും. ക്ഷേത്ര പുരോഹിതൻ ദേവന്റെയും ദേശത്തിന്റെയും അനുവാദം ചോദിച്ചാൽ പിന്നെ തന്ത്രിമുഖ്യന്റെ കാർമ്മികത്വത്തിൽ ആർപ്പുവിളികളോടെ ഉത്സവത്തിന് കൊടിയേറുകയാണ്. ആചാര്യനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി അവരുടെ മഹനീയ കാർമ്മികത്വത്തിൽ തൃത്താമരശ്ശേരി ശിവഭഗവാന്റെ ചടങ്ങുകൾ പൂർണ്ണമായും ആചാരങ്ങളോടെയാണ് നടന്നു വരുന്നത്. ക്ഷേത്ര ചൈതന്യ വർധനവിനും ദേശരക്ഷയ്ക്കും വേണ്ടിയാണ് നമ്മുടെ ഈ ഉത്സവ ചടങ്ങുകൾ. ആദിഗുരുവായ ശ്രീ പരമേശ്വരൻ്റെ പിതൃസ്ഥാനീയ സങ്കല്പത്തിലുള്ള തന്ത്രിമുഖനെ കൊണ്ട് ഈ ചടങ്ങുകൾ ധന്യമാകുന്നു. ഈ ഉത്സവവേളയിലെ തൃത്താമരശ്ശേരി ശ്രീ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമാണ്. നിറമാലയും ചുറ്റുവിളക്കും വിശേഷാൽ പൂജകളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന തട്ടകദേശക്കാർ ദേശത്തേവരെ കാണുവാനെത്തുന്ന ദിവസമാണ് ഭഗവാന്റെ ഉത്സവനാൾ. എല്ലാ വർഷവും പതിവായി ഭഗവത് ദർശനത്തിന് അവരെത്തുന്നു. ഉത്സവം മുതൽ ഉത്സവം വരെ എന്നതുപോലെയാണ് തേവരുടെ ഗ്രാമത്തിൽ ആഘോഷത്തിന്റെ തയ്യാറെടുപ്പുകൾ. തൃശ്ശിവപേരൂരിൻ്റെ അകത്ത് തന്നെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് ഈ തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പഴക്കമേറിയ കാവടി സംഘങ്ങൾ നമുക്കുണ്ട്. അത് കഴിഞ്ഞ വർഷം വരെ 75ാമത് വാർഷികം ആഘോഷിക്കുന്ന സമാജങ്ങളുണ്ട്. ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ 15 സമാജങ്ങൾ തലേ ദിവസം മുതൽ ശിവരാത്രി ദിവസം വരെയുള്ള ആ ദിവസങ്ങളിൽ ഏറ്റവും ആഹ്ലാദഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കൂടാതെ തന്നെ നമ്മുടെ ഈ ഉത്സവം വളരെ ഗംഭീരമാക്കാൻ വേണ്ടി അവരുടെ സഹായവും സഹകരണവും നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ശിവരാത്രിയുടെ തലേന്നാണ് തൃത്താമരശ്ശേരി ക്ഷേത്രത്തിലെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠാദിനം. വിശ്വാസ സമൂഹം മുന്നിട്ടിറങ്ങി ദേവിയുടെ പ്രതിഷ്ഠാദിനം ആചാരവിശേഷങ്ങളോടെ ആർഭാടപൂർവ്വം കൊണ്ടാടും. പ്രമുഖ കാർമ്മികരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന അനുഷ്ഠാന പൂജാവിധികൾക്ക് ഇവിടെ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദേവിയുടെ ഗുരുതി പൂജ കഴിഞ്ഞ് പ്രസാദ വിതരണത്തോടെ ചടങ്ങുകൾ അവസാനിക്കും. ഉത്സവാനുബന്ധിയായി ക്ഷേത്ര പരിസരം സാംസ്കാരിക പരിപാടികൾക്കും കലാപരിപാടികൾക്കും വേദിയാകുന്നു. ക്ഷേത്രോത്സവ വേദി വൈവിധ്യമാർന്ന കലാപരിപാടികൾക്ക് വിരുന്നൊരുക്കും. ഉത്സവ നടത്തിപ്പിനായി ദേശക്കാരടങ്ങുന്ന കമ്മിറ്റികൾ വർഷം മുഴുവൻ സജീവമായിരിക്കും. വിപുലമായ രീതിയിൽ ശിവരാത്രി ആഘോഷിക്കുന്ന തൃശ്ശൂർ പേരൂർ ജില്ലയിൽ തന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവം മഹാശിവരാത്രിയാണ്. ശിവരാത്രിക്ക് 7 ദിവസം മുന്നേ തുടങ്ങുന്ന ഉത്സവ പരിപാടികളും കലാപരിപാടികൾ, അതുപോലെ നാടകം, ഒരുപാട് സാംസ്കാരിക പരിപാടികളോടെ കൂടിയാണ് ശിവരാത്രി ഇവിടെ ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൃത്താമരശ്ശേരി ക്ഷേത്രത്തിന് ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ദേശക്കാരാണ് ആഘോഷകരമായ കാവടി വരവിലും പൂരാഘോഷത്തിലും ഭാഗഭാക്കാകുന്നത്. ശിവരാത്രിക്ക് തലേ ദിവസം തന്നെയാണ് തട്ടകത്തെ യുവതലമുറയുടെ ആഘോഷകരമായ കാവടി വരവ്. ശിവയുവ വട്ടമാവ്, തേജസ് അവിണിശ്ശേരി, യുവജന സമാജം അവിണിശ്ശേരി എന്നീ 3 കാവടി സംഘങ്ങളാണ് അന്നേ ദിവസം അരങ്ങിലെത്തുന്നത്. നിറപ്പകിട്ടാർന്ന കാവടികൾക്ക് അകമ്പടിയേകുന്ന മേളപ്പെരുക്കം ഉത്സവവേളയിലെ യുവതയുടെ സജീവമായ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നു. ഭഗവാന് മുന്നിൽ ആവേശപൂർവ്വം കൊട്ടിക്കലാശിച്ച് അടുത്ത വർഷം വരെ കാത്തിരിക്കുവാനായി അവർ മടങ്ങും. ശിവരാത്രി ദിനത്തിൽ പ്രഭാത പൂജകൾക്ക് ശേഷം 9:30 മണിക്കാണ് ഉച്ചപൂജാ സമർപ്പണം. രാവിലെ 7 മണി മുതൽ ദേശവഴികളിലൂടെ കാവടി സംഘങ്ങളുടെ വരവ് തുടങ്ങും. വൈവിധ്യമാർന്ന കാവടി വേഷങ്ങളും മേളവിധാനവുമാണ് ഓരോ ദേശക്കാരും പുതുമയോടെ അവതരിപ്പിക്കുന്നത്. ഓരോ കരക്കാരും മത്സര സ്വഭാവത്തോടെ തങ്ങളുടെ ദൃശ്യവിരുന്നുകളുമായി ദേശവഴികൾ താണ്ടി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഉയർന്ന പന്തൽ കരക്കാരുടെ ശക്തിപ്രകടനത്തിന്റെ വേദി കൂടിയാണ്. 9 കാവടി സംഘങ്ങളുടെ ദേശക്കാരും 2 പൂരദേശക്കാരുമാണ് തൃത്താമരശ്ശേരി തിരുവുത്സവത്തിൽ താളമേളങ്ങളുടെ അരങ്ങൊരുക്കുന്ന തട്ടകദേശക്കാർ. പൂരദേശക്കാർ കാലേ കൂട്ടി ക്ഷേത്രത്തിലെത്തി തിടമ്പേറ്റി പൂരത്തിന് പുറപ്പാടാകും. വള്ളിശ്ശേരി തെക്കുമുറി കിഴക്കേ വിഭാഗത്തിനും ആനക്കല്ല് ശിവശക്തി പൂരാഘോഷ കമ്മിറ്റിക്കും ആനപൂരമാണ്. ശിവരാത്രി ദിനാഘോഷത്തിലെ കാവടി സംഘങ്ങളിൽ ശിവഭക്ത സമാജം കുട്ടൻകുളങ്ങര വട്ടമാവ്, ശ്രീ വിശ്വനാഥ ഭക്ത സമാജം വടക്കുമുറി വള്ളിശ്ശേരി ശിവജി നഗർ, പ്രദേശ് കാവടി സമാജം അമ്പാടി നഗർ, കീർത്തി യുവജന കാവടി സമാജം അവിണിശ്ശേരി, യുവജന സമാജം പെരിഞ്ചേരി, ശ്രീമുരുക കാവടി സമാജം ദീപം നഗർ ആനക്കല്ല്, വള്ളിശ്ശേരി തെക്കുമുറി കാവടി സമാജം, ശിവഭക്ത സമാജം വിശ്വനാഥ നഗർ 7 കമ്പനി, പെരിഞ്ചേരി പാറക്കുളം തെക്കുമുറി കാവടി സമാജം എന്നിവർ ഉൾപ്പെടുന്നു. ശിവരാത്രി നാളിൽ ക്ഷേത്ര കവാടം കാവടി വരവിന് വഴിയൊരുക്കും. ദേശത്തിന്റെ കരുത്തും ഐക്യവും കാണിക്കുന്ന അവസരമാണ് ഓരോ കാവടി ആഘോഷങ്ങളും. പരമ്പരാഗത നാദസ്വര വാദ്യലയത്തോടൊപ്പം പൂക്കാവടിയും ചെണ്ടുകാവടിയും അമ്പലക്കാവടികളും ചുവടുവെച്ച് നീങ്ങും. കാവടിയുമായി കടന്നുവരുന്ന ഭക്തജന സമാജങ്ങളുടെ ലക്ഷ്യം തേവരുടെ തിരുനടയാണ്. ഈ ഉത്സവാഘോഷങ്ങൾ ദേശത്തിന്റെ ദേവനായ തൃത്താമരശ്ശേരി തേവർക്കുള്ള സമർപ്പണമാണ്. അലങ്കാരവാതിൽ അണഞ്ഞാൽ ഊഴം വച്ച് ഓരോ ദേശക്കാരും ചിട്ടയോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. ഒടുവിൽ കൊട്ടിക്കലാശമായി ഓരോ ദേശത്തിന്റെയും സമർപ്പണം. ആഹ്ലാദത്തോടെ ഒരാണ്ടുകൊണ്ടുള്ള കരുതലും കാത്തിരിപ്പും തിരുനടയിൽ കൊട്ടിവെച്ച് രാത്രിയിലെ കാവടിക്കായി ഓരോ ദേശവും മടങ്ങും. വൈകിട്ട് 5 മണിക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് താളമേളങ്ങളോടെ തെയ്യം വരവുണ്ട്. തട്ടകദേശത്തെ ദ്വാരക കലാസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള തെയ്യക്കെട്ടുകൾ ക്ഷേത്രവഴികൾ കടന്ന് നടയിലെത്തി മേളം കലാശിച്ച് മടങ്ങുന്നു. തുടർന്ന് കാഴ്ചയുടെ വിരുന്നൊരുക്കി കരിമരുന്ന് പ്രയോഗവും നടക്കും. നടപ്പുരയുടെ അരങ്ങിൽ ആരവങ്ങൾ അവസാനിക്കുമ്പോൾ ദർശന പ്രാധാന്യത്തോടെ ക്ഷേത്രത്തിൽ വിശേഷാൽ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളാകും. തൃത്താമരശ്ശേരി തേവരുടെ ശ്രീലകത്ത് ദർശന പുണ്യം തേടിയെത്തുന്ന ഭക്തജനങ്ങൾ തിരുവുത്സവത്തിലെ ദീപാരാധനയ്ക്കായി പ്രാർത്ഥനയോട് നിറയും. ദീപാരാധന കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണ വഴിപാട് ആരംഭിക്കും. ഭക്തരുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സമ്പൂർണ്ണ സമർപ്പണമാണ് ശയനപ്രദക്ഷിണം. അഭീഷ്ടസിദ്ധിക്കും രോഗശാന്തിക്കും ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും നിരവധി ഭക്തജനങ്ങൾ തൃത്താമരശ്ശേരി ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തുവാനെത്തുന്നു. വൈകിട്ട് 9 മണി കഴിഞ്ഞ് ക്ഷേത്രവഴിയിൽ ദേശപൂരങ്ങൾ കാണികൾക്ക് കലയുടെ വിരുന്നൊരുക്കും. പതിതാളത്തിലുയർന്ന പാണ്ടിയുടെ പെരുക്കം ഈ രാത്രിപൂരത്തിന്റെ മേളവഴികളിൽ നിറയും. തിടമ്പേറ്റിയ ഗജവീരന്മാർക്കും എണ്ണം പറഞ്ഞ മേളപ്രമാണിമാർക്കും മുന്നിൽ ആടിത്തിമിർക്കുന്ന ആസ്വാദകർക്ക് സ്വാഗതമരുളി അലങ്കാര വിളക്കുകൾ ആഘോഷമറിയിക്കും. നടപ്പാണ്ടി കൊട്ടി നടപ്പുരയിലെത്തുന്ന പൂരം മേളാസ്വാദകരെ ആഘോഷത്തിൽ ആറാടിച്ചുകൊണ്ട് കൊട്ടിക്കൂർപ്പിക്കുന്നു. 1-ാം പൂരം തീരകലാശം കുറിച്ച് മടങ്ങുമ്പോൾ 2-ാം പൂരം അരങ്ങിൽ അണിനിരന്നു തുടങ്ങും. ആസ്വാദകരെ ഒന്നാകെ ഒരു മേളച്ചരടിൽ കോർത്തുകൊണ്ട് പൂരത്തിന് കൊട്ടിക്കലാശമാകുമ്പോൾ ഉത്സവത്തിൽ ദേശപൂരങ്ങളുടെ ഊഴം അവസാനിക്കുന്നു.
ആഘോഷങ്ങളോടൊപ്പം ക്ഷേത്രാചാരങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ബലിപൂജാദികളോടുകൂടിയാണ് തൃത്താമരശ്ശേരി തേവരുടെ ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ കടന്നുപോകുന്നത്. ദേവനും പരിവാരങ്ങൾക്കും ഭൂതഗണങ്ങൾക്കുമുള്ള നൈവേദ്യ സമർപ്പണം ഇതിലേറെ പ്രധാനമാണ്. ഭഗവാന് പറനിറച്ചും കാണിക്ക സമർപ്പിച്ചും ഉത്സവ ബലിപൂജ തൊഴുതാൽ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ഉത്സവം പൂർണ്ണമാകുന്നത് ശ്രീഭൂതബലി എന്ന ചടങ്ങോട് കൂടിയിട്ടാണ്. ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് നൈവേദ്യം കൊടുക്കുന്നത് കാണാൻ ഭഗവാൻ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ചടങ്ങാണത്. ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനും നാടിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് നാം ദേവതകളെ ഇങ്ങനെ പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തുന്നത്. ശ്രീഭൂതബലി ദർശനത്തിന് ശേഷമാണ് ഒരുമയുടെ ഉത്സവമേളവുമായി രാക്കാവടികളുടെ വരവ്. ഇത് ഇരുൾ പരന്ന വഴികളിൽ വെളിച്ചത്തിന്റെ ഉത്സവം. ഭഗവാന്റെ തിരുസന്നിധിയിൽ ഉത്സവമേളത്തിന് ഒരാവൃത്തി കൂടി. കടന്നുവരുന്ന കാവടി സംഘങ്ങൾ ഓരോന്നും നടയ്ക്ക് മുന്നിൽ കൊട്ടി ഉറയുന്നു. വരും വർഷത്തെ ഉത്സവത്തിന് അവർ മനസ്സുകൊണ്ട് നേർച്ചയിട്ട് മടങ്ങുന്നു. ആരവങ്ങൾ അവസാനിച്ചു. മേളം പടിയിറങ്ങി. കാവടികൾ കളമൊഴി. അടുത്ത ഉത്സവത്തിനായുള്ള ആർപ്പുവിളിയോടെ ദേവൻ സാക്ഷിയായി തിരുനടയിൽ കൊടിയിറങ്ങി. പുതുപുലരിയുടെ പിറവിയിൽ ക്ഷേത്രസ്ഥലി നിശബ്ദമായി. ഒരുമയുടെ ആഘോഷമായ ഒരു സജ്ജന സാക്ഷാത്കാരമാണ് തൃത്താമരശ്ശേരി തേവരുടെ തിരുവുത്സവം. ഈ ദേശക്കൂട്ടായ്മയിൽ നാടുണരാൻ ഭക്തിയുടെ നിറവിൽ നാൾവഴികൾ പിന്നിട്ട് ഇനി ഒരു വർഷം കൂടി. ശംഭോ മഹാദേവ.